ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിന്റെ പഠനം കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് ഇന്നും തുടരുവാൻ കർത്താവ് നമ്മളോട് വലിയ കൃപ കാണിച്ചതോർത്ത് ഞാൻ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ക്രമമായിട്ട് ഈ വചന പഠനം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മൾ മൂന്നാം അധ്യായത്തിന്റെ 1 തെസ്സലോനിയൻസ് 3-ാമത്തെ അധ്യായം അതിന്റെ അവസാന ഭാഗത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് അതിന്റെ 13 വരെയുള്ള വാക്യങ്ങൾ, 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് വേഗത്തിൽ അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എഴുതി നൽകിയിരിക്കുന്ന ആ വാക്യങ്ങളുടെ അർത്ഥം എന്താണ്, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നൊന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോടൊപ്പം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തെരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് ഈ 3-ാമത്തെ അധ്യായം അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളത് 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മുതൽ അപ്പോസ്തോലന് അവിടുത്തെ സഭയിലേക്ക് വീണ്ടും തെസ്സലോനിക്കയിലേക്ക് പോയി ആ സഭയുടെ കുറവ് തീർക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം, സാത്താൻ അവിടേക്കുള്ള വഴി അടച്ച് ഒരു വലിയ ട്രെഞ്ച് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പോളിന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താന് തിമോത്തിയോസിനെ ആ സ്ഥാനത്തേക്ക് തനിക്ക് തുല്യചിത്തനായിട്ട് എണ്ണാവുന്ന പോളിനെ പോലെ തന്നെ വിശ്വസിച്ച് തന്നെ പോലെ തന്നെ ശുശ്രൂഷിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കൂട്ടുവേലക്കാരനായ തിമോത്തിയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയക്കുകയും ആ തെസ്സലോനിക്കയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഈ തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നു. ഈ സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് അപ്പോസ്തലൻ ചെയ്ത 3 കാര്യങ്ങളാണ് 3-ാം അധ്യായത്തിനകത്ത് പ്രധാനമായിട്ടുമുള്ളത്. ഒന്നാമത്തേത് തിമത്തിയെ അയക്കുന്നു. 2-ാമത്തെ കാര്യം, ഒരു ലേഖനം അവർക്ക് തിമോത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഴുതി അയക്കുന്നു. 3-ാമത്തേത് അവർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 3 കാര്യം. ഈ 3 കാര്യത്തിനിടയിൽ തിമോത്തിയെ അയക്കാനുണ്ടായ 3-4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. പൗലോസിന്റെ അവരോടുള്ള അഫെക്ഷൻ, തൻ്റെ നിസ്വാർത്ഥമായ കാഴ്ചപ്പാട്, അവരോടൊപ്പം സഫർ ചെയ്യാനായിട്ടുള്ള തൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ സഭയെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ ആ വലിയ കൺസേൺ, അവരോടുള്ള തൻ്റെ സ്നേഹം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 10, 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് വിശദമായിട്ട് പരിശോധിച്ചു എന്ന് ഈ പഠനം കേൾക്കുന്ന നിങ്ങൾക്കറിയാം. അങ്ങനെ തിമോത്തി അയക്കുന്നു, അവർക്ക് വേണ്ടി ലേഖനം എഴുതുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോസ്തലൻ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുന്നു. 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു എന്നാണ് ആ വാക്യത്തിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആദ്യത്തെ വാക്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ ആ ഭാഗങ്ങൾ 3-ാം അധ്യായത്തിന്റെ ആരംഭമൊക്കെ എടുത്താല് ദൈവവചനം അവരോട് പറയാനായിട്ടാണ് അപ്പോസ്തലൻ ഉത്സാഹിക്കുന്നത്. തിമോത്തിയെ അയക്കുന്നതും
താൻ അവിടെ ചെല്ലാനായിട്ട് ശ്രമിക്കുന്നതും ഒക്കെ അവരുടെ വിശ്വാസ വളർച്ചയ്ക്കായിട്ട് ദൈവവചനത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്തേണ്ടതിന്, അവരെ നിലനിർത്തേണ്ടതിന്, അവരെ സ്ഥിരപ്പെടുത്തേണ്ടതിന് ദൈവവചനത്തിന്റെ ആ പ്രാധാന്യത ആരംഭവാക്യങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷയും പ്രാർത്ഥനയുമാണ് ദൈവസഭയുടെ നിലനിൽപ്പിന് ആവശ്യം എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. പ്രാർത്ഥനയും ദൈവവചന ശുശ്രൂഷയും രണ്ടും മാറ്റിവെക്കാനായിട്ട് കഴിയുകയല്ല. ഇവിടെ ദൈവവചനത്തിന്റെ പ്രാധാന്യത വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ട് ആ ദൈവവചന ശുശ്രൂഷ ഫലവത്തായി തീരാൻ ആ ദൈവവചനത്തിൽ ആ സഭ വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ടതിന് ആ നിലയിലുള്ള ഇവരുടെ അധ്വാനം വിജയകരമായി തീരാൻ, റിസൾട്ട് ഉണ്ടാകാനായിട്ട് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. ഇതിവിടെ മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിനകത്ത് യവനായ സ്ത്രീകളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിന്, അവരുടെ ആഹാര കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിന് 7 ഭക്തിയുള്ള ജ്ഞാനമുള്ള പുരുഷന്മാരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് അപ്പോസ്തലന്മാർ അവിടെ ആജ്ഞാപിക്കുകയും അതിനുശേഷം അപ്പോസ്തലന്മാര് അവര് പറയുന്നൊരു കാര്യമുണ്ട്: ഞങ്ങളോ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിയിരുന്നു. അതായത് ഞങ്ങൾ ഇത് വിട്ട് മറ്റ് മേശമേലുള്ള ശുശ്രൂഷയിലേക്ക് വരാനായിട്ട് താല്പര്യമില്ല. ഇതാണ് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വചനത്തിൽ ഉറപ്പിക്കുക, വചനം ധ്യാനിക്കുക, വചനത്തിൽ ഉറപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ എഫസോസിൽ നിന്ന് എഫസോസിലെ വിടവാങ്ങൽ സന്ദേശം ആക്ട്സ് ചാപ്റ്റർ 20 20-ാം അധ്യായത്തിനകത്ത് അവിടെ നിന്ന് പോരാൻ നേരത്ത് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന 20-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം മുതൽ താഴോട്ടുണ്ട്. അവിടെ 2 പദങ്ങൾ ശ്രദ്ധേയമാണ്: ഞാൻ നിങ്ങളെ ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഭരമേൽപ്പിക്കുന്നു. ദൈവത്തിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നർത്ഥം. പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്. കൃപയുടെ വചനത്തിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ സ്റ്റിവാർഡായി നിങ്ങൾ ശുശ്രൂഷിക്കണം എന്നത് അവരെ പ്രബോധിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ ആ പദത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് പരിചയമുള്ളൊരു ഓൾഡ് ടെസ്റ്റ്മെന്റ് റെഫറൻസും ഉണ്ട്. ആത്മീയ സ്ഥിരതയ്ക്ക് പ്രാർത്ഥനയും വചനധ്യാനവും ആവശ്യമാണ് എന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് അതിന്റെ ആരംഭഭാഗം എല്ലാ ദൈവമക്കൾക്കും അറിയാം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുതേ. സാമൂഹ്യ പറയുന്ന കാര്യമാണ്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുതേ. എന്നിട്ട് അതിന്റെ 2-ാം ഭാഗം ബഹുഭൂരിപക്ഷം ആളുകൾ നോക്കാറില്ല. സാമൂഹ്യ അതിനോട് ആഡ് ചെയ്യുകയാണ്: ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. എന്താ? പ്രാർത്ഥിക്കും, പഠിപ്പിക്കും, പ്രാർത്ഥിക്കും, പഠിപ്പിക്കും. അപ്പോസ്തലന്മാർ പറഞ്ഞത് വചനവായന, പ്രാർത്ഥന. പോൾ പറഞ്ഞത് ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്നു, വചനത്തിൽ ഭരമേൽപ്പിക്കുന്നു. ശമൂവേൽ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വയുള്ളതുമായ മാർഗത്തെ ഉപദേശിച്ചു തരുന്നു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നോ? ഇതേ പാറ്റേൺ തന്നെയാണ് തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട്, സ്ഥിരതയ്ക്കായി, നിലനിൽപ്പിനായിട്ട് ദൈവവചനം പറയേണ്ടതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത് ഫലവത്തായി തീരാൻ, അത് സാത്താൻ അവരെ പാറ്റി നശിപ്പിക്കാതിരിക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാനങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് ഒന്ന് വന്നാല്, ആ 10-ാം വാക്യത്തിനകത്ത് ഈ പ്രാർത്ഥനയുടെ 3 പ്രത്യേകത കാണാം. ഒന്ന്, ദ ഫ്രീക്വൻസി ഓഫ് ദിസ് പ്രയർ. നിങ്ങൾ കണ്ടോ? എന്താ ഫ്രീക്വൻസി എന്ന് ഞാൻ പറയാൻ കാര്യം? രാവും പകലും ദൈർഘ്യത്തെ കാണിക്കാണ്. രാവും പകലും പ്രാർത്ഥിക്കുക. എന്താ ഈ രാവും പകലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? അതിനൊരാൾ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: ഹി ഈസ് നോട്ട് ഓൾവേസ് ഇൻ ദ ആക്ട് ഓഫ് പ്രയർ ബട്ട് ഹി ലീവ്സ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഇറ്റ്. അതായത് രാവും പകലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ പ്രാർത്ഥനാവാചകങ്ങൾ പുറത്തു വരണം, മറ്റൊരാൾ കേൾക്കണം, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവണം എന്നില്ല.
തൻ്റെ ആത്മാവിൽ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും എപ്പോഴും ദൈവവുമായിട്ടുള്ള ആ ഇടതടവില്ലാത്ത ഒരു കോൺവെർസേഷൻ, അതാണ് രാവും പകൽ ദ ഫ്രീക്വൻസി ഓഫ് ദ പ്രയർ. നമുക്ക് 10-ാം വാക്യത്തിൽ കാണാം. അതുപോലെ ഇവിടെ മാത്രമല്ല, മറ്റ് പല ലേഖനങ്ങളിലും ഇതേ പ്രയോഗം ആ പ്രാർത്ഥനയുടെ ദൈർഘ്യം കാണിക്കാൻ, ഫ്രീക്വൻസി കാണിക്കാനായിട്ട് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മറ്റ് ലേഖനങ്ങളിലും കാണാനായിട്ട് കഴിയും. രണ്ടാമത്തെ പ്രത്യേകത, ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകത, ദ ഇന്റൻസിറ്റി ഓഫ് ദ പ്രയർ. നിങ്ങൾ അവിടുത്തെ ഒരു പദം കണ്ടോ? വളരെ താല്പര്യത്തോടെ എന്നൊരു പദം കണ്ടോ? വളരെ താല്പര്യത്തോടെ. അതാണ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഫെർവൻസി, തീഷ്ണത. ആ പ്രാർത്ഥനയുടെ ദൈർഘ്യം, ആ പ്രാർത്ഥനയുടെ തീവ്രത അല്ലെങ്കിൽ തീഷ്ണത, ഇതൊക്കെ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആ ലോക്കൽ സഭയ്ക്കായിട്ട് അദ്ദേഹം കരുതുന്നു, പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഈ പദങ്ങളിലൂടെയൊക്കെ മനസ്സിലാകേണ്ടത്. പ്രാർത്ഥിച്ചു പോരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദ ഫോക്കസ് ഓഫ് പ്രയർ, ഉയരത്തിൽ നിന്ന് കരുണ ലഭിക്കുവോളം പ്രാർത്ഥിച്ചു പോരുന്നു. ഇതിന് മനോഹരമായ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉദാഹരണം നമുക്ക് എടുക്കാം. നെഹമ്യാവ് കുറെ കാലം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് മറുപടി ലഭിക്കുവോളം. അതാണ് ഫോക്കസ് ഓഫ് ദിസ് പ്രയർ. നോക്കിക്കേ, ഫ്രീക്വൻസി ഓഫ് ദിസ് പ്രയർ, ഇന്റൻസിറ്റി ഓർ ഫെർവൻസി ഓഫ് ദിസ് പ്രയർ, ഫോക്കസ് ഓഫ് ദിസ് പ്രയർ. 3 പ്രത്യേകതകൾ ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. 2 റിക്വസ്റ്റ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. 1, എനിക്ക് നിങ്ങളുടെ മുഖം കാണണം. രണ്ടാമത്തേത്, നിങ്ങളുടെ ആത്മീയ വളർച്ച. നിങ്ങളുടെ മുഖം കാണണം, നിങ്ങളുടെ ആത്മീയ വളർച്ച. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രാർത്ഥന സബ്ജക്റ്റ്, അല്ലെങ്കിൽ എങ്ങനെ പറയണ്ടേ, വെൻ ദ പാസ്റ്റർ പ്രേസ് ആൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഹിസ് പ്രയർ. 2 കാര്യം. എപ്പോഴൊക്കെയാണ് പാസ്റ്റർ പ്രാർത്ഥിക്കേണ്ടത്, ആ പ്രാർത്ഥനയുടെ വിധം, നേച്ചർ എങ്ങനെയാണ്. ഇതിന് വാസ്തവത്തില് ഒരു സഭയുടെ ശുശ്രൂഷകൻ ലോക്കൽ സഭയ്ക്ക് വേണ്ടി, ദൈവം തന്നെ ഏൽപ്പിച്ച സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലൊരു മാതൃകാ പ്രാർത്ഥനയാണ് ഈ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ താൻ പ്രാർത്ഥിച്ച കാര്യം പരിശുദ്ധാത്മാവിനാൽ എഴുതി വച്ചിരിക്കുന്നത്. ഇത് ശുശ്രൂഷകന്റെ പ്രാർത്ഥന മാത്രമല്ല, ഏതൊരു ദൈവ പൈതലും താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഏത് നിലയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിന് ഏറ്റവും മനോഹരമായ ഒരു ഔട്ട്ലൈനാണ് ഈ പ്രാർത്ഥന. അതിന് ഒരല്പം വിശദീകരണം നൽകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആശയം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏതൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് പ്രധാനമായിട്ടും 2 കാര്യമാണ്. 1, നിങ്ങളുടെ മുഖം കാണണം. 2, നിങ്ങളുടെ ആത്മീയ വളർച്ച. അതാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ദൈവത്തോട് അവരെ സഹായിക്കണമേ, അവർക്കത് നൽകണമേ, അങ്ങനെ നേരിട്ട് ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയായിട്ടല്ല നമ്മൾ ഈ 11 മുതൽ 13 വരെ ഉള്ള വാക്യങ്ങളിൽ കാണുന്നത്. മറിച്ച് ദൈവത്തോട് അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ കേൾവിക്കാർക്കും ഒരാശ്വാസം നൽകുന്ന വിധത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒരു ആശ്വാസം എന്ന് മാത്രമല്ല, ഒരാശംസ പറയുന്നത് പോലെയുള്ള വാചകങ്ങളാണ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ അവർക്ക് കൃപ കൊടുക്കണമേ. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ ദൈവത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുകയല്ല, മറിച്ച് ഒരാശംസ പറയുന്നത് പോലെ ജനത്തെ ആദ്യം അഡ്രസ്സ് ചെയ്തിട്ട് അത് ദൈവത്തിങ്കൽ ഭരമേൽപ്പിച്ച് കർത്താവ് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഡബിൾ മീനിങ് ഉള്ള അതിനൊരാൾ ഇട്ടേക്കുന്ന പേര് വിഷ് പ്രേയേഴ്സ് എന്നാണ്.
എങ്ങനെ പറയണ്ടേ, വിഷ് പ്രയർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ഒരു അനുഗ്രഹത്തിൻ്റെ ആശംസ പോലെയുള്ള പദങ്ങൾ. നിങ്ങൾ ആ വാക്കുകൾ, എന്നോടൊപ്പം ചേർന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. 11-ാമത്തെ വാക്യത്തിനകത്ത് കണ്ടോ, നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. മേ അവർ ഗോഡ്. ആ മേ അവർ ഗോഡ് എന്നത് 3 പ്രാവശ്യം പ്രധാനമായിട്ടും കാണാം. മേ അവർ ഗോഡ്. 12-ാം വാക്യം മേ ദ ലോഡ്. 13-ാമത്തെ വാക്യം ഹീ മേ എസ്റ്റാബ്ലിഷ്. കണ്ടോ, ഹീ മേ അവർ ലോഡ്, മേ അവർ ഗോഡ്. ഈ പദങ്ങളിലൂടെ ഒരു വിഷായിട്ട്, ഒരാശംസയായിട്ടാണ് ഈ പ്രാർത്ഥന അവിടെ പറയുന്നത്. അതിൻ്റെ 3 ആശംസകൾ ആ പ്രാർത്ഥനയ്ക്കകത്തെ ആ 3 പദങ്ങൾ നോക്കി. വഴി നിരത്തി തരുമാറാകട്ടെ, വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും, അവസാനത്തെ 13-ാമത്തെ വാക്യം ചെയ്യുമാറാകട്ടെ. 3 പദം, വഴി നിരത്തുമാറാകട്ടെ, കവിയുമാറാക്കട്ടെ, ചെയ്യുമാറാക്കട്ടെ. നിങ്ങൾ ആ പദം കണ്ടോ, ചെയ്യുമാറാകട്ടെ, കവിയുമാറാക്കട്ടെ, വഴി നിരത്തുമാറാകട്ടെ. ഒരു ദൈവത്തോട് നിരത്തണമേ എന്നല്ല, ഒരാശംസാപദം പോലെ, ഒരു വിഷ് പ്രയർ പോലെയാണ്. എന്നാൽ നമ്മളോട് ഒരാൾ പറയാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പം ആ കേൾക്കുന്ന നമുക്ക് ഒരു വലിയ ആനന്ദവും സന്തോഷവുമാണ്. അതോടൊപ്പം തന്നെ അതൊരു പ്രാർത്ഥനാവാചകവുമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ ബ്രദറെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഡുവൽ മീനിങ്, ആ പ്രാർത്ഥനയുടെ ഒരു മോഡ് കണ്ടോ, ഒരു വിഷ് പ്രയർ എന്നാണ് അങ്ങനത്തെ ആ നിലയിലുള്ള പ്രാർത്ഥനയെ പറ്റി പറയുന്നത്. ഇതിവിടെ മാത്രമല്ല, 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിനകത്തും കാക്കപ്പെടുമാറാകട്ടെ ഒരു പ്രയോഗം കണ്ടോ, അതും പ്രാർത്ഥനയാണ്. കാക്കപ്പെടുമാറാകട്ടെ. 2 തെസ്സലോനിയൻസ് 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിനകത്ത് തിരിക്കുമാറാകട്ടെ എന്നൊരു പ്രയോഗമുണ്ട്. തിരിക്കുമാറാകട്ടെ. അതിന്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് 2 തെസ്സലോനിയൻസ് 3:16 2 വാക്കുണ്ട്. നൽകുമാറാകട്ടെ, ഇരിക്കുമാറാകട്ടെ. നിങ്ങൾ ആ പദങ്ങൾ ഞാൻ ആ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായോ? ആ പ്രാർത്ഥനയുടെ ഒരു മോഡ് കണ്ടോ, ഒരു പ്രത്യേക നിലയിലുള്ള ആശംസാ പ്രാർത്ഥനയാണ്. പ്രത്യേകാൽ നമ്മളിപ്പോൾ ഞാൻ റെഫർ ചെയ്ത വാക്യങ്ങളിലെല്ലാം ഉള്ളത്. അതിലേക്ക് ദൈവം അനുവദിക്കുന്ന പക്ഷെ പിന്നാലെ നമുക്ക് വരുമ്പോൾ, കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രമമായിട്ടുള്ള പഠനം ആ വാക്യങ്ങളിൽ എത്തുമ്പോൾ ഞാൻ അതിന് വിശദീകരണം തരാം. ഇവിടെ വഴി നിരത്തുമാറാകട്ടെ, കവിയുമാറാകട്ടെ, സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ, ഒരു വിഷയായിട്ട് ഒരു ആശംസാ പ്രാർത്ഥന പോലെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ സഭയുടെ എൽഡേഴ്സ്, അന്ന് എൽഡേഴ്സ് എന്നാണ് സഭയുടെ അധ്യക്ഷന്മാരെ, പാസ്റ്റർമാരെ വിളിച്ചിരുന്നത്. ഇത് 3 അധ്യക്ഷൻ എന്ന് പറഞ്ഞാലും, എൽഡർ എന്ന് പറഞ്ഞാലും, ഷെപ്പേർഡ് എന്ന് പറഞ്ഞാലും, പ്രസ്പിറ്റർ എന്ന് പറഞ്ഞാലും, ബിഷപ്പ് എന്ന് പറഞ്ഞാലും എല്ലാം സിനോണിമാണ്. ഒരേ ആളെ, ഒരേ ശുശ്രൂഷയെ അവരുടെ മെച്യൂരിറ്റിയൊക്കെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് പദങ്ങൾ. നൗൺ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഒരാളെ, ഒരു ശുശ്രൂഷയെ, ഒരു ശുശ്രൂഷകനെ ഫോക്കസ് ചെയ്യുന്ന പദങ്ങൾ മാത്രമാണ്. ഏർലി ക്രിസ്ത്യാനിറ്റി ഇതേ കാര്യം അഡോപ്റ്റ് ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിലൂടെയൊക്കെ പഠിക്കാനും വായിക്കാനും നമുക്ക് കഴിയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എൽഡേഴ്സ് പറയുമായിരുന്നു. ദൈവം നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. ഈ നിലയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് 2-3 നൂറ്റാണ്ടിലെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊന്നും നമുക്കിപ്പോൾ നിലവിൽ ആവശ്യമില്ല. ഇനി അവർ പ്രാർത്ഥിച്ചാൽ നല്ലത്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇൻസ്പയർഡ് സ്ക്രിപ്ചറി പരിശുദ്ധാത്മാവ് ഈ നിലയിൽ എഴുതി നമുക്ക് നൽകിയേക്കുകയാണ്. ഇതിന് ഒരു നല്ല എക്സാമ്പിൾ ഉണ്ട്. പഴയ നിയമത്തിലെ ഒരു പുരോഹിതന്റെ അനുഗ്രഹവാചകം, നമ്മൾ ഒരു പുരോഹിതൻ ആശീർവദിക്കാനായിട്ട് ദൈവം യാഹ്വേ കൊടുത്തിരിക്കുന്ന കൽപ്പന, അഹരോന്റെ പുത്രന്മാർക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനാവാചകം സംഖ്യാപുസ്തകം 6:22 മുതൽ 24 വരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുരോഹിതന്മാരുടെ ആശീർവാദമാണ് ജനത്തിന് നൽകേണ്ടത് എന്ന് പറഞ്ഞ് ദൈവം അവർക്ക് നൽകിയതാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കണ്ടോ, കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുണ്ടാകുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക്
സമാധാനം നൽകുമാറാകട്ടെ. കൃപയുണ്ടാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ, കാക്കുമാറാകട്ടെ. അവിടെയും നമുക്ക് ഈ ഒരു മോഡൽ വിഷ് പ്രയർ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും നമ്മുടെ ആ വിഷയത്തിലേക്ക് വരാം. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, രണ്ട് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ മുഖം കാണുവാൻ. ഈ പ്രാർത്ഥന കേട്ടില്ലെന്നാണ് എൻ്റെ വേദപുസ്തക വായനയിൽ എനിക്ക് ബോധ്യം. എന്നാൽ രണ്ടാമത്തെ പ്രാർത്ഥന കേട്ടു എന്നതിന് വ്യക്തമായ തെളിവും ഈ തിരുവെഴുത്തിനകത്ത് തന്നെയുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന, നിങ്ങളോട് ഒരു ആത്മീയ കൂട്ടായ്മ ഒരുമിച്ച് ആചരിക്കണം, നിങ്ങളുടെ മുഖം കാണണം, ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം, ഒരു കൊയിനോനിയ ഉണ്ടാകണം എന്നതാണ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്. എന്നാൽ ആ പ്രാർത്ഥന ദൈവത്തിന് മറുപടി നൽകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തെസലോനിക്കയിലേക്ക് പിന്നീട് പോയതായിട്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള റെഫറൻസ് നമുക്ക് അവൈലബിൾ അല്ല. അവിടുത്തെ നിയമം വെച്ച് നോക്കുമ്പോൾ അവിടെ പോകാനായിട്ട് കഴിയത്തുമില്ല. എന്നാൽ മെക്കദോനിയയിലേക്ക് താൻ പോകാനായി തയ്യാറെടുക്കുന്ന നിരവധി റെഫറൻസ് അവിടെ ഉണ്ട്. എന്നാൽ മെക്കദോനിയയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഫിലിപ്പി, ബെരോയ, തെസലോനിക്ക, ഏതൻസിന്റെ ഇപ്പുറ വരെയുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോസ്തലപ്രവൃത്തി 16-17 അധ്യായങ്ങൾ മാസിഡോണിയയുടെ ആ പ്രവിശ്യയെ കാണിക്കുന്ന ആ സ്ഥലപ്പേരുകളാണ് അവിടെ ലൂക്ക് എന്ന ഹിസ്റ്റോറിയൻ പരിശുദ്ധാത്മാവിനാൽ എഴുതി വെച്ചിരിക്കുന്നത്. മാസിഡോണിയയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയും അവിടുന്ന് വരികയും ചെയ്യുന്ന ആ റിപ്പോർട്ടൊക്കെ കൊരിന്ത് ലേഖനത്തിനകത്തും റോമാലേഖനത്തിനകത്തും ഒക്കെ നമുക്ക് കാണാം. ഇനിയും തെസലോനിക്കയിൽ പോയി കാണാൻ സാധ്യതയുണ്ടോ എന്നറിയില്ലെങ്കിലും ഇല്ലായിരിക്കാനാണ് നമുക്ക് മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്നതാണ് എൻ്റെ തിരുവചനത്തിൻ്റെ വായനയിൽ എനിക്കുണ്ടായ ബോധ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇനി പോയാൽ സന്തോഷം. എന്നാൽ എൻ്റെ ഔട്ട്ലൈൻ അനുസരിച്ച് ഒന്നാമത്തെ പ്രാർത്ഥനാ വാചകം ദൈവത്തിന് താല്പര്യമില്ലായിരുന്നു പോളോടെ പോകാൻ. എന്ന രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം ആ സഭയുടെ ആത്മീയ വളർച്ച പോള് പോയില്ലെങ്കിലും നടന്നാൽ മതി എന്ന തൻ്റെ ആ സെൽഫ്ലെസ് എഫോർട്ട് ദൈവം ഗ്രാൻഡ് ചെയ്ത് അതിന് മറുപടി കൊടുക്കുകയാണ്. ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. പ്രധാനമായിട്ടും സഭയുടെ ആത്മീയ വളർച്ച. ഒരു ശുശ്രൂഷകൻ ലോക്കൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസഭയുടെ ആത്മീയ വളർച്ചയായിരിക്കണം. അത് പൗലോസിന്റെ ഏത് ലേഖനങ്ങൾ എടുത്തു നോക്കിയാലും ഒറ്റ വിഷയമേ തനിക്കുണ്ടായിരുന്നുള്ളൂ: ദൈവസഭയുടെ ആത്മീയ വളർച്ച. ഇവിടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 മേഖലകൾ, 3 ഏരിയാസ് ആത്മീയമായി വളരണം എന്ന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെയാണ് ആ 3 ഏരിയ? 11-ാം വാക്യത്തിനകത്ത് നിങ്ങളുടെ വിശ്വാസം എന്നതാണ് 11-ാമത്തെ വാക്യം. 10-11 വാക്യം നിങ്ങളുടെ വിശ്വാസം വളരണം. 12-ാമത്തെ വാക്യം നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം. 13-ാമത്തെ വാക്യം നിങ്ങൾ പ്രത്യാശയിൽ സ്ഥിരപ്പെടണം. 3 പ്രാർത്ഥനാ വിഷയം കണ്ടോ? ഫെയ്ത്ത്, ലവ് ആൻഡ് ഹോപ്പ്. ഈ 3 കാര്യം നമുക്ക് ഈ തെസലോനിക്ക ലേഖനത്തിനകത്ത് ഒരു പ്രത്യേകത കൂടെ പറയാം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഈ വിഷയം തന്നെയാണ് പറഞ്ഞേക്കുന്നത്: വിശ്വാസം, സ്നേഹം, പ്രത്യാശ. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇതേ കാര്യം പറയുന്നു: വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഈ പുസ്തകത്തിന്റെ നടുവിൽ 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യത്തിനകത്തും വിശ്വാസം, സ്നേഹം, പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, ഒരു 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 ക്രിസ്തീയ സഭയ്ക്ക്, ഒരു ലോക്കൽ ചർച്ചിന് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ വളർച്ചയിൽ വളരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഏരിയാസ് ആണ്: വിശ്വാസം വളരണം, സ്നേഹം വർദ്ധിക്കണം, പ്രത്യാശയിൽ സ്ഥിരപ്പെടണം. ഇന്ന് ഈ ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ പല സഭകളിലും ദൈവവചനം പറയാൻ പോകുന്ന ദൈവവചനത്തിന്റെ ഒരു ഗ്രഹവിചാരകൻ എന്ന നിലയിൽ എൻ്റെയും പ്രാർത്ഥന, ദൈവരാജ്യത്തിലുള്ള എല്ലാ അംഗങ്ങളെ പറ്റിയുള്ള എൻ്റെയും പ്രാർത്ഥന, ദൈവമേ, വിശ്വാസത്തിൽ ആ സഭ വളരണം, ആ വ്യക്തി വളരണം, സ്നേഹം അവരുടെ ഇടയിൽ വർദ്ധിക്കണം, അവർ പ്രത്യാശയിൽ സ്ഥിരപ്പെടണം. ഈ 3 പ്രാർത്ഥനയാണ് ഒരു ശുശ്രൂഷകൻ തൻ്റെ ലോക്കൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും. ഈ 3 കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ആ ശുശ്രൂഷകൻ ആ ലോക്കൽ സഭയിൽ അധ്വാനിക്കുകയും ചെയ്യേണ്ടത്.
ശുശ്രൂഷകർ മാത്രമല്ല, ദൈവമക്കളും ലോക്കൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ മാറണം. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അത് ദൈവത്തിന് ഇഷ്ടം പോലെ കർത്താവ് അതിനൊക്കെ വേണ്ട സമയത്ത് ആശ്വാസം തരേണ്ടതിന് ആശ്വാസം, പരിഹാരം തരേണ്ടതിന് പരിഹാരം, കൃപ നൽകേണ്ടതിന് കൃപ ഒക്കെ കർത്താവ് നമുക്ക് ഇന്ന് വരെയും നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും പിൻപോട്ട് പോകാൻ പാടില്ലാത്ത 3 മേഖലകൾ ഇതാണ്. അതിനുവേണ്ടി ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കണം. നോക്കൂ, ഇവിടെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് മറ്റൊരു കാര്യം കൂടെയും ഈ വേദോസം വ്യാഖ്യാനിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ത്രിയേക ദൈവത്തെ കാണാം എന്ന ഈ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു ആശയം നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിനകത്ത് ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും, 2 പേഴ്സൺസ് ഓഫ് ട്രിനിറ്റിയെ നമുക്ക് അവിടെ കാണാം. പിതാവിനെ കാണാം, യേശുവിനെ കാണാം. ഇനിയും 12-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവും നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും എന്നൊരു പദം എന്ന ആ വാക്യം കണ്ടോ. അവിടെ കർത്താവ് എന്നുള്ളത് ഹോളി സ്പിരിറ്റ് ആണ് എന്ന് നന്നായിട്ട് വചനം പ്രസംഗിക്കുന്ന ഒരു അധ്യാപകൻ പറയുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വചനം പ്രസംഗിക്കുന്ന ഒരു ഫെയ്ത്ത്ഫുൾ പ്രീച്ചർ ഓഫ് ദ ബൈബിൾ ആണ് ആ കാര്യം പറയുന്നത് ഞാൻ കേട്ടേക്കുന്നത്. അതിന് നമുക്കൊരു റെഫറൻസ് കൂടി എടുക്കാം. ഈ സ്നേഹം വർദ്ധിപ്പിക്കാനായിട്ടാണല്ലോ 12-ാമത്തെ വാക്യത്തിനകത്തെ ആ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് റോമാലേഖനം 5-ാം അധ്യായത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിന്റെ റോളാണ് സ്നേഹത്തിൽ വർധനവ് വരുത്തുക എന്ന് നമുക്ക് 5-ാം അധ്യായം റോമൻസിന്റെ 5-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഗോഡ് ദ ഫാദറിനെ കാണാം, ഗോഡ് ദ സണ്ണിനെ കാണാം, ഗോഡ് ദ ഹോളി സ്പിരിറ്റിനെ കാണാം. ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന. ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാമോ, യേശുവിനോട് പ്രാർത്ഥിക്കാമോ, പിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ? ഈ 12-ാമത്തെ വാക്യത്തിനകത്ത് അത് ഹോളി സ്പിരിറ്റ് ആണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ത്രിയേക ദൈവം, 3 പേഴ്സൺസ്, എസൻസ് ഒന്നാണ്. തൃത്വത്തെ പറ്റിയൊക്കെ ഞാൻ ദൈവസഭയെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ക്ലാസ് കേട്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. ആ സത്തയിൽ ഒന്നാണ്, വ്യക്തിയിൽ 3 വ്യതിരക്ത വ്യക്തികളാണ്. ഇതാണ് ത്രിയേക ദൈവത്തിന്റെ ഏറ്റവും ലളിതമായ ഡെഫിനിഷൻ. ഞാൻ അതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് പോകാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ത്രിയേക ദൈവത്തോടും പ്രാർത്ഥിക്കാം എന്നതിന് ഒരു നല്ല സൂചനയാണ്, ഒരു വ്യക്തതയാണ് ഈ വാക്യം. ഇനിയും 12-ാമത്തെ വാക്യം ഹോളി സ്പിരിറ്റിന് അല്ല എങ്കിൽ അത് കർത്താവ് ലോർഡ് ജീസസ് തന്നെയാണല്ലോ അവിടെ പറഞ്ഞേക്കുന്ന. ലോർഡ് എന്നുള്ളത് യേശുവിനോട് പിതാവിനോട് പ്രാർത്ഥിക്കാവുന്ന പോലെ തന്നെ യേശുവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നതിന് വളരെ കൃത്യമായി പ്രാർത്ഥിച്ച വിത്ത് എവിഡൻസ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതായിട്ട് നമ്മൾ 2-ാമത്തെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതി നമുക്ക് നൽകിയേക്കുകയാണ്. ഇവിടെ ഞാൻ അതിനകത്ത് അല്പം ഒരു ദൈവശാസ്ത്രം പറഞ്ഞു പോകാം. 11-ാമത്തെ വാക്യം, നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും, ഗോഡ് ദ ഫാദറിനെയും ഗോഡ് ദ സണ്ണിനെയും പോള് ജോയിൻലി അഡ്രസ് ചെയ്തേക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നോ? അതായത് ഈക്വൽ അധികാരമുള്ള 2 പേഴ്സൺസ് ആയിട്ട് പോൾ അഡ്രസ് ചെയ്തേക്കാണ്. ഹോളി സ്പിരിറ്റിനെയും ഈക്വൽ അധികാരമുള്ള, അതായത് 3 സോവറിൻ ഇല്ല. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ആ 3 പേഴ്സൺസും സോവറിനാണ് എന്ന് പോൾ ഇവിടെ പറഞ്ഞേക്കുകയാണ്. ഒരുമിച്ച് ഇവിടെ ആ ഒരു അല്പം കൂടെ പ്രത്യേകത ഉണ്ട്. ഗോഡ് ദ ഫാദർ, അല്ലെങ്കിൽ തൃത്വത്തിൽ ഒന്നാമൻ എന്ന് പറയുന്നത് തെറ്റില്ല ഞാൻ വിചാരിക്കുന്നു. ചിലർക്ക് അങ്ങനെ തിരുവഴുത്തിലുള്ള 3 പേഴ്സൺസിന്റെ ഓർഡർ മറിച്ചും തിരിച്ചും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോർമലി നമ്മൾ ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ആ ഓർഡർ ഉള്ളത് കൊണ്ട് ആ ഓർഡറിൽ ഒന്നാമത് ഗോഡ് ദ ഫാദറിന്റെ പൊതുവെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഫസ്റ്റ് പേഴ്സണെ ഫാദർ എന്ന് വിളിക്കുന്നത്
ഒരു ഇന്റിമേറ്റ് റിലേഷണൽ ടേമാണ്. സാധാരണ നമുക്ക് ഗോഡ് ദ ഫാദർ ഒത്തിരി ദൂരെയുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഫാദർ എന്ന് വിളിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ആ റിലേഷണൽ ടേം, പേഴ്സണൽ റിലേഷണൽ ടേം അപ്പോസ്തലൻ ഉപയോഗിച്ചേക്കാണ്. ലോർഡ് ജീസസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് സോവറിൻ ലോർഡാണ്. തൻ്റെ ഹിതം പോലാണ് എല്ലാം നിവർത്തിക്കുന്നത്. അവിടുന്ന് മാസ്റ്ററാണ്. യേശു മാസ്റ്ററാണ്, സോവറിനാണ്. രണ്ട് പേഴ്സൺസും കോ ഈക്വൽ, കോ ഇറ്റേണൽ, കോ ഇൻഹറന്റ് ആണ് എന്ന് പറയാൻ ജോയിൻലി ഈ പോള് ആ പ്രാർത്ഥന ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവ്. ഞാൻ അതിൻ്റെ ദൈവശാസ്ത്രത്തിലേക്ക് അധികം പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നോക്കിയേ, തൃത്വത്തെ പറ്റി നല്ലൊരു ഇൻസൈറ്റ് ആണ്. പിതാവിനോടും നമുക്ക് പ്രാർത്ഥിക്കാം, പുത്രനോടും നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോടും നമുക്ക് പ്രാർത്ഥിക്കാം. കോ ഈക്വൽ, കോ ഇറ്റേണൽ, കോ ഇൻഹറന്റ്. അത്രയും തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഞാൻ ആ വിഷയത്തിലേക്ക് അധികം പോയി കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് തീരാതെ വരും. 10ാമത്തെ വാക്യം, ഒന്നാമത്തെ റിക്വസ്റ്റ് നമുക്ക് അവിടെ കാണാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനുമായി, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനുമായി. തിമത്തിയെ അയച്ചത് വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനാണ്. ലേഖനം എഴുതി നൽകിയത് വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതും വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനാണ്. അതായത് ആത്മീയ വളർച്ചയ്ക്കായി അപ്പോസ്തോലൻ പാസ്റ്റർ ആയിരുന്ന, തെസ്സലോനിക്ക സഭയുടെ ശുശ്രൂഷകനായിരുന്ന പോൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എന്താണ് വിശ്വാസം? ആ വിശ്വാസത്തിന്റെ കുറവ് എങ്ങനെയാണ് തീർക്കേണ്ടത്? അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാകുമോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ഒരു ബേസിക് കാര്യം നമ്മുടെ ഉള്ളിൽ ഗ്രഹിച്ചാൽ അനുഗ്രഹമായിരിക്കും എന്നതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക. ആ കുറവെന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക. അവിടെ കൊടുത്തേക്കുന്ന ആ പദം ഏണസ്റ്റ്ലി വി മേ സീ യുവർ ഫേസ് ആൻഡ് മേ കംപ്ലീറ്റ് വാട്ട് ഈസ് ലാക്കിംഗ് ഇൻ യുവർ ഫെയ്ത്ത്. ആ തീർക്കുക, കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറക്റ്റ് ചെയ്യുക, മേക്ക് റൈറ്റ്, മേക്ക് സ്ട്രെയിറ്റ്, മേക്ക് കറക്റ്റ്, ഡിറക്റ്റ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. അതായത് വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക എന്ന് പറഞ്ഞാൽ അതിനായിട്ട് പ്രാർത്ഥിക്കുക, അതിനായിട്ട് തിമോഥെയോസിനെ അയക്കുക, അതിനായിട്ട് ലേഖനം എഴുതുക. അവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടി സാത്താൻ പലവിധമായ കാര്യങ്ങൾ പോളിനെതിരെ ചെയ്ത് ഓൾറെഡി വെച്ചേക്കുകയാണ്. എന്നാൽ ആ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നാലും ഇല്ലെങ്കിലും അവരുടെ വിശ്വാസത്തിൽ അവർ കംപ്ലീറ്റ് ആകണം, അവർ ഉറയ്ക്കണം, അവർ സ്ട്രെയിറ്റ് ആകണം, അവർ റൈറ്റ് ആകണം, അവർ സ്ട്രോങ് ആകണം. അതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ ഈ അപ്പോസ്തലൻ അവിടെ പറയുന്ന ആ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് ഉണ്ട്, തിരുവെഴുത്താണ്. ഞാനത് യൂദായുടെ ലേഖനം പഠിപ്പിച്ചപ്പോൾ അത് തമ്മിൽ ഒബ്ജക്റ്റീവ് ഫെയ്ത്ത്, സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്താണെന്ന് വിശദമാക്കിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ എഴുതപ്പെട്ട തിരുവെഴുത്താണ്. സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആ എഴുതപ്പെട്ട തിരുവെഴുത്തിലുള്ള നമ്മുടെ ആശ്രയമാണ്. മനസ്സിലാവുന്നോ? എഴുതപ്പെട്ട തിരുവെഴുത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് കഴിയത്തുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എക്സ്പീരിയൻസ് വിശ്വാസ വർധനവിന് കാരണമാകും. എന്നാൽ ഫണ്ടമെന്റലായിട്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഈസ് ദ എബിലിറ്റി ടു ട്രസ്റ്റ് ഇൻ ദ ട്രൂത്ത്. മറ്റൊന്നിലേക്ക് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫെയ്ത്തിൽ, ഒബ്ജക്റ്റീവായിട്ടുള്ള ഈ സത്യത്തിൽ ആശ്രയിക്കാനുള്ള നമ്മുടെ ആ കഴിവിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? തിരുവെഴുത്തിൽ ആശ്രയിക്കാനായിട്ടുള്ള നമ്മുടെ ബലം, നമ്മുടെ കഴിവ്, നമ്മുടെ കോൺഫിഡൻസ്, അതിൻ്റെ പേരാണ് സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ട്രസ്റ്റ് ദ ട്രൂത്ത്. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ട്രൂത്തിൽ, ഒബ്ജക്റ്റീവ് ഫെയ്ത്തിൽ സത്യം, ദി ട്രൂത്ത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനെ പറ്റി എഴുതുകയാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ കർത്താവിനെ പറ്റി വേറെ ഒരു വെളിപ്പാടും ഇല്ല. ഈ പുസ്തകത്തിലൂടെയുള്ള വെളിപ്പാട് മാത്രമേ നമുക്കുള്ളൂ.
വേറെ ഒരു വെളിപ്പാടും നമുക്ക് ആവശ്യമില്ല. കാര്യം ഇത് സഫിഷ്യൻ്റ് ആണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആണ്. ഒരാള് സത്യത്തിൽ ശക്തിയോടെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമത് ട്രൂത്ത് എന്താണെന്നറിയണം. ട്രൂത്ത് എന്താണെന്നറിയണം. വിശ്വാസത്തിന്റെ കുറവ് തീർക്കണമെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, സത്യത്തിൽ ആശ്രയിക്കാനുള്ള ബലമാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ദ എബിലിറ്റി ടു ട്രസ്റ്റ് ഇൻ ദ ട്രൂത്ത്. ട്രൂത്തിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രൂത്ത് എന്താണെന്നറിയണം. ട്രൂത്ത് എന്താണെന്നറിയണമെങ്കിൽ റിവീൽഡ് ട്രൂത്തായ യേശുവിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന റിട്ടൺ ട്രൂത്ത് മനസ്സിലാകണം. എളുപ്പത്തിൽ പറയാം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവവചനം നന്നായി മനസ്സിലാക്കേണ്ടതിന്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനാണ് തിമോത്തിയോസിനെ അയക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ വരുന്നത് നിങ്ങളോട് കൂടുതൽ സത്യങ്ങൾ പറഞ്ഞു നൽകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ വെളിപ്പാടുകളാണ്. അതിലാശ്രയിച്ചാണ് വിശ്വാസത്തിന്റെ കുറവ് തീർക്കുന്നത്. പോൾ പറയുന്നത് വേറെ ഒരു വഴിയും വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായിട്ടില്ല. വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായിട്ട് ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിലുള്ള വളർച്ചയാണ്. അതിൻ്റെ ഫലമുണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വേറെ ഒരാഹാരവും ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടില്ല. തിരുവെഴുത്ത് മാത്രമാണ്. ഫെയ്ത്ത് ഈസ് ട്രസ്റ്റിംഗ് ദ ട്രൂത്ത്. ആ ട്രൂത്തിൽ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ നോ ദ ട്രൂത്ത് ഫസ്റ്റ്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാല്, ഈ നമ്മളൊക്കെ വിശ്വാസത്തിൽ ഉറയ്ക്കുക, സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക, അല്പം കൂടെ ആഴത്തിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയും. അതൊക്കെ പറയുന്നത് ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുള്ള ഓരോ 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 പ്രാക്ടിക്കൽ ദൈവശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പദങ്ങളാണ്. എനിക്ക് അതിനോട് 100% എതിർപ്പാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിന് ആധാരം നമ്മുടെ അനുഭവമല്ല. അനുഭവത്തിന് പ്രാധാന്യത കൊണ്ട് ഞാൻ വരാം, അതിനൊരു ബേസ് ഉണ്ട്. നമ്മുടെ വിശ്വാസത്തിന് ആധാരം തിരുവെഴുത്ത് മാത്രമാണ്. ദി ട്രൂത്ത് നമ്മുടെ കർത്താവാണെങ്കിൽ ആ കർത്താവിനെ പറ്റി എഴുതിയ റിട്ടൺ റെവലേഷൻ ആണ് തിരുവെഴുത്ത്. മനസ്സിലാവുന്നോ? റിട്ടൺ റെവലേഷൻ ആണ് തിരുവെഴുത്ത്. അതുകൊണ്ട് എനിക്ക് തിരുവെഴുത്ത് അറിയാൻ മേലെങ്കിൽ വിശ്വാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായിട്ട് കഴിയുകയില്ല. വിശ്വാസത്തിന്റെ കുറവ് തീർക്കാൻ ഒരിക്കലും എനിക്ക് ട്രൂത്തിനെ പറ്റി വ്യക്തമായ ബോധ്യം ഇല്ലെങ്കിൽ കഴിയുകയില്ല. ഞാൻ ചോദിക്കട്ടെ, അറിയാൻ മേലാത്ത കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? അപ്പോൾ അറിയാൻ മേലാത്ത ഒരാളുടെ കൂടെ നമ്മൾ ഒരു ടാക്സി കാറിൽ അല്ലെങ്കിൽ ഒരു വണ്ടി വന്ന് നിർത്തി ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അറിയാൻ മേലാത്തവരാണെങ്കിൽ നമ്മൾ കയറത്തില്ല. കാര്യം എന്നാ? എനിക്ക് ട്രസ്റ്റ് അല്ല. യാതൊരു ബോധ്യമില്ലാത്ത ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് കളിക്കുകയല്ല, അല്ലേ? അതുപോലെ യാതൊരു സേഫ്റ്റി ഇല്ലാത്ത, ഒരറിവില്ലാത്ത ഒരു ബാങ്കിൽ എൻ്റെ നിക്ഷേപം ഞാൻ സേവ് ചെയ്യുകയില്ല. കാര്യം എന്നാ? ഈ ട്രസ്റ്റ് എപ്പോഴും ട്രൂത്തിലാണ് ഇരിക്കുന്നത്. അതിൽ വിശ്വസിക്കാനുള്ള എബിലിറ്റിയാണ്. പക്ഷേ ആ ട്രൂത്തിൽ വിശ്വസിക്കണമെങ്കിൽ ആ ട്രൂത്തിനെ പറ്റി അറിയണം. ബാങ്കിൽ പണം ഇടണമെങ്കിൽ ബാങ്കിനെ പറ്റി അറിയണം. ഒരാളുടെ കൂടെ വണ്ടിയിൽ കയറണമെങ്കിൽ ആ വ്യക്തിയെ പറ്റി അറിയണം. സ്റ്റോക്ക് കളിക്കണമെങ്കിൽ സ്റ്റോക്ക് എന്താണെന്ന് അറിയണം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നോ? എത്രമാത്രം ഒരു കാര്യത്തെ പറ്റി നമുക്ക് അറിവുണ്ടോ അത്രയും സ്ട്രോങ് ആയിരിക്കും നമ്മുടെ വിശ്വാസം. ഒരു കാര്യത്തെ പറ്റി നമ്മുടെ അറിവ് കുറവാണോ നമ്മുടെ വിശ്വാസം വളരെ പുവറായിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൂടുതൽ അറിയിക്കാനാണ് തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നത്. കർത്താവിനെ കൂടുതൽ അറിയിക്കാനാണ് പോൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവിനെ കൂടുതൽ അറിയിക്കാനായിട്ടാണ് ലേഖനം എഴുതുന്നത്. നമ്മുടെ കർത്താവിനെ പറ്റിയുള്ള അറിവ് വർദ്ധിക്കും തോറും ആ ട്രൂത്ത്, ഇത് അൾട്ടിമേറ്റ് ട്രൂത്ത് ആണല്ലോ, ആ ട്രൂത്തിൽ ആശ്രയിക്കാനുള്ള എബിലിറ്റിയും വർദ്ധിക്കുന്നു. ഒരാളെ പറ്റിയുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കും തോറും വിശ്വാസം കൂടുകയാണ്, അല്ലേ?
ഒരാളെ പറ്റിയുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കും തോറും ആ വ്യക്തിയിലുള്ള വിശ്വാസം കൂടുകയാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ ബാക്കി പെട്ടെന്ന് പെട്ടെന്ന് വായിച്ച് വ്യാഖ്യാനിച്ചോളൂ. ബിബ്ലിക്കൽ ട്രൂത്ത് എത്രമാത്രം മനസ്സിലാവുന്നോ അങ്ങനെ മാത്രമേ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചിട്ടേ അതിന് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ വെറും മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലൊക്കെ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്നയാൾക്ക് കർത്താവ് അത്ഭുതം ചെയ്തു, അതുകൊണ്ട് എനിക്ക് ചെയ്യും. അങ്ങനല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മറിച്ച് അങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ നാളെ രക്ഷയിൽ ദൈവസഭയിൽ, രക്ഷയിൽ എന്നുള്ള പദം ഞാനങ്ങ് മാറ്റിയിട്ട് ലോക്കൽ സഭയിൽ നാളെ ആ ആള് കണ്ടില്ല എന്നൊരു കാര്യം. അനുഭവം പലർക്കും പലതാണ്. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് പോലെ മാത്രമേ ദൈവമക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും സംഭവിക്കുന്നുള്ളൂ. ഞാൻ ഈ അനുഭവവും ബൈബിളും എങ്ങനെ ചേർക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് തിരുവെഴുത്ത് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. അതൊരു അബ്സല്യൂട്ട് ട്രൂത്താണ്. ആ അബ്സല്യൂട്ട് ട്രൂത്ത് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വസിക്കാനായിട്ടുള്ള എബിലിറ്റി ദൈവം എനിക്ക് നൽകി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലാകുന്ന കാര്യമുണ്ട്. തിരുവെഴുത്തിനകത്തുണ്ട് കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ അത് വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ചെല്ലുമ്പോൾ എൻ്റെ വിശ്വാസം അധികം വർദ്ധിക്കുന്നു. അതായത് ഞാൻ അതിനെ ഇങ്ങനെ എങ്ങനെ ഞാൻ അതിനൊന്ന് ഒരു വിശദീകരണം കൊടുക്കേണ്ടത്, നമ്മൾ ബിബ്ലിക്കൽ കോൺഫിഡൻസ് വിത്ത് ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് വർക്കിംഗ് ത്രൂ, അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. നമ്മുടെ വേദപുസ്തക പരിജ്ഞാനം പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് കമ്പൈൻ ചെയ്യണം. അതായത് തിരുവഴുത്തിനകത്തൊരു വാക്യമുണ്ട്, ദൈവം തൻ്റെ സകല വഴികളിലും നീതിമാനാണ്, ദൈവം നല്ലവനാണ്, അതിൽ ഞാൻ ഉറയ്ക്കുന്നു. സാഹചര്യങ്ങൾ ആ നിലയിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. മനസ്സിലാവുന്നോ? ക്ലിയർ ആയോ? ഫെയ്ത്ത് തിരുവെഴുത്തിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അത് മനസ്സിലാകും തോറും കൂടുതൽ വിശ്വസിക്കാനായിട്ട് കഴിയുന്നു. അത് കൂടുതൽ വിശ്വസിക്കും തോറും, അത് കൂടുതൽ മനസ്സിലാക്കും തോറും അധികമായി ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് കഴിയുന്നു. വിശ്വാസത്തിൽ വളരാൻ ഒറ്റ മാർഗമുള്ളൂ, സ്റ്റഡി ദ ട്രൂത്ത്. ഒന്നുകൂടെ പറയാം, വിശ്വാസത്തിൽ വളരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സ്റ്റഡി ദ ട്രൂത്ത്. എനിക്ക് പല യോഗങ്ങൾക്കൊക്കെ പോകുമ്പം എൻ്റെ ഹൃദയം തകർന്നു പോകാറുണ്ട്. ദൈവവചനത്തിന് യാതൊരു പ്രാധാന്യതയില്ലാതെ വെറും മിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ അതിലേക്ക് ജനത്തെ ആകർഷിച്ച് അതിൽ അവർ വിശ്വസിച്ച് പിന്നീട് അവർ ദൈവസഭകളൊക്കെ വിട്ടു പോകുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിലുണ്ട്. വിശ്വാസം വളരാൻ ഒറ്റ മാർഗം, ആ ട്രൂത്ത് പഠിക്കുക, ആ കർത്താവിനെ തിരുവെഴുത്തിലൂടെ അറിയുക. പോളിന്റെ പ്രാർത്ഥനാ വാചകം എടുത്താൽ ദൈവപരിജ്ഞാനത്തിൽ വളരുക. അങ്ങനെ വളരുമ്പോൾ അബ്സല്യൂട്ട് ട്രൂത്ത് മനസ്സിലാകുകയും അതിൽ ആശ്രയിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അതിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുകയും നമ്മുടെ വിശ്വാസം വളരെയധികം വളരാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. ഒരു സഭയെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം അവര് വിശ്വാസത്തിൽ വളരണം എന്നതാണ്. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, സ്റ്റഡി ദ ട്രൂത്ത്. പത്രോസിന്റെ ലേഖനത്തിനകത്ത് വായിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. ഏതാ രക്ഷയ്ക്കായി വളരുക? ആ മെച്യൂരിറ്റിയാണ്, വിശ്വാസത്തിലുള്ള വളർച്ചയാണ്, ദൈവാശ്രയത്തിലുള്ള വളർച്ചയാണ്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഈ വിശ്വാസം വളരുന്നു എന്നതിന് 3-4 തെളിവ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ദൈവവചന പരിജ്ഞാനം വളരുമ്പോഴാണ് വിശ്വാസം വളരുന്നത്. അതാണ് ഒന്നാമത്തെ എവിഡൻസ്. എൻ്റെ വിശ്വാസം വളരുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് ദൈവവചന പരിജ്ഞാനം വളരുന്നു. രണ്ടാമത്തെ തെളിവ് കർത്താവിലുള്ള എൻ്റെ ആശ്രയം വർദ്ധിക്കുന്നു. മൂന്നാമത്തെ തെളിവ് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെയാണ് എല്ലാം ദൈവം നടത്തുന്നത് എന്നെനിക്ക് ബോധ്യമാവുന്നു. ഡിവൈൻ സോവർണിറ്റിയെ പറ്റി മനസ്സിലാവുന്നു. നാലാമത്തെ കാര്യം, ദൈവവചനം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അനുദിനം അനുസരിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് താല്പര്യമുണ്ടാകുന്നു. അഞ്ചാമത്തെ കാര്യം, ക്രൈസിസിൻ്റെ നടുവിലും സന്തോഷിക്കുന്നു. ഈ 5 തെളിവ് ബേസിക് തെളിവാണ്. ദൈവവചന പരിജ്ഞാനം കൂടുന്നു, ദൈവത്തെ പറ്റി ഉള്ള ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയം കൂടുന്നു,
ദൈവത്തിന്റെ സോവർണിറ്റിയിലുള്ള ട്രസ്റ്റ് വർദ്ധിക്കുന്നു. അനുസരണത്തിൽ വർധനവുണ്ടാകുന്നു, അതിനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അഞ്ചാമത്തെ കാര്യം, കഷ്ടതയിലും സന്തോഷിക്കുന്നു. ദൈവം ഒരു നാളും കൈവിടുകയില്ല. തിരുവഴുത്തിനകത്ത് വാക്യമുണ്ട്. അത് വായിച്ചപ്പോൾ മനസ്സിലായി, ഇതാണ് ദൈവത്തിന്റെ ക്യാരക്ടർ. അതിൽ ഞാൻ ആശ്രയിക്കുന്നു. അത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. അതിൽ ആശ്രയിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, കർത്താവിനെ ഒരു നാളും കൈവിടുകയില്ല. ഈ ബിബ്ലിക്കൽ ആ ഡോക്ട്രിനും എൻ്റെ അനുഭവങ്ങളുടെയും അതിൻ്റെ ബേസിലുള്ള എൻ്റെ എക്സ്പീരിയൻസോട് ഒരുമിച്ചാവുമ്പോൾ വിശ്വാസം ഏറ്റവും നല്ല നിലയിൽ വളരുന്നു. ഒന്നാമത്തെ ആത്മീയ വളർച്ചയുടെ ഏരിയ എന്നുള്ളത് ദൈവവചനത്തിൽ ഉറച്ച് വിശ്വാസം വർദ്ധിക്കാനായിട്ട് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏകദേശം ഒരു 5-6 വർഷത്തിന് ശേഷമാണ് 2 തെസ്സലോനിയൻസ് എഴുതുന്നത്. അപ്പോസ്തലന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നുണ്ട്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, അവിടെ അപ്പോസ്തലൻ അതിന്റെ മറുപടി നമ്മളിവിടെ കാണുന്നത് അതിന്റെ 3-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു എന്ന് 2-ാം ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതുകയാണ്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ലോക്കൽ ചർച്ച്, എൻ്റെ കുടുംബം, എൻ്റെ സഭയിലെ അംഗങ്ങൾ വിശ്വാസത്തിൽ കംപ്ലീറ്റ് ആകേണ്ടതിന്, വിശ്വാസത്തിന്റെ കുറവ് തീർക്കപ്പെടേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഒരു ആശംസാ പ്രാർത്ഥനയായിട്ട് പറഞ്ഞാൽ, ദൈവം നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് അതിവേഗം തീർക്കുമാറാകട്ടെ. സ്തോത്രം. രണ്ടാമത്തെ റിക്വസ്റ്റ്, എനിക്ക് ഫാസ്റ്റായിട്ട് പോകണം. രണ്ടാമത്തെ റിക്വസ്റ്റ് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി മാത്രമല്ല, ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം വർദ്ധിക്കുന്നത് പോലെ, എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കട്ടെ. വാക്ക് കണ്ടോ, അത് വിശദമാക്കേണ്ട കാര്യമാണ്. സ്നേഹം വർദ്ധിക്കണം. സ്നേഹത്തിന്റെ പ്രയത്നം, അതിന് തെസ്സലോനിക്ക സഭയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ 1:3 വിശദമായിട്ട് ചിന്തിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ഈ സ്നേഹം, ഈ ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് ദൈവം തന്നെയാണെന്ന് 4:9 വായിക്കുന്നുണ്ട്. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല, അന്യോന്യം സ്നേഹിക്കുക, നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ. അതായത് ദൈവമാണ് അന്യോന്യം സ്നേഹിക്കണമെന്ന ഉപദേശം അവർക്ക് പഠിപ്പിച്ച് കൊടുത്തത്. ഫിലിപ്പി ലേഖനത്തിനകത്തും ഇതേ കാര്യം അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം, ആ വാക്യം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിനും സകല വിവേകത്തിനും വർദ്ധിച്ചു വന്നിട്ട്. അത് പോളിന്റെ ഒരു പ്രാർത്ഥനയാണ് ഫിലിപ്പി ലേഖനത്തിനകത്ത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വർദ്ധിക്കുന്ന പോലെ സ്നേഹം വർദ്ധിക്കണം. ഇനി ഒരു എവിഡൻസ് കൂടെ പറയാം. ദൈവവചനത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെ മറ്റൊരു എവിഡൻസ് ആണ് സ്നേഹം വർദ്ധിക്കുക. അന്യോന്യമുള്ള സ്നേഹം വർദ്ധിക്കും, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും, എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിക്കും. 3 ഏരിയാസ് കണ്ടോ. ദൈവത്തോടുള്ള സ്നേഹം, സഹോദരങ്ങളോടുള്ള സ്നേഹം, എല്ലാവരോടുമുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം, വിശ്വാസികളോടുള്ള സ്നേഹം, ലോകത്തിലെ സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഇവാഞ്ചലിക്കൽ ലവ്. ഇവിടെ മാത്രമല്ല, കൊരിന്ത് ലേഖനത്തിനകത്തും ഫിലിപ്പി ലേഖനത്തിനകത്തും റോമാലേഖനത്തിനകത്തും എഫെസ് ലേഖനത്തിനകത്തും ഒക്കെ സഭയുടെ ആത്മീയ വളർച്ചയായിരുന്നു അപ്പോസ്തലന്റെ പ്രാർത്ഥന ലക്ഷ്യം. ഞാനത് വിശദമായിട്ട് എനിക്ക് അതിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ പറയാം. നോട്ട് ചെയ്യുന്നവർക്ക് റോമാലേഖനം 1:11 ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 1:9, 10, 11 ഹീസ് പ്രേയിങ് ഫോർ ദ സ്പിരിച്വൽ ഗ്രോത്ത്. 2 കൊരിന്ത്യർ 1:15 പോൾ അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം. എഫെസ് ലേഖനത്തിനകത്ത് 5 വിധ ശുശ്രൂഷകന്മാരെ നൽകിയിട്ട് ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ടാണ് എന്ന് അപ്പോസ്തലൻ അവിടെയും ഒരു വിഷ് പ്രയർ നടത്തുന്നതായിട്ട് കാണാം. അങ്ങനെ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിയും തോറും അവനിൽ വിശ്വസിക്കും. ആ വിശ്വാസം വർദ്ധിക്കും തോറും നമ്മൾ കർത്താവിനെ സ്നേഹിക്കും. ഇവിടെ 2-3 കാര്യമുണ്ട്. 2-3 കാര്യം നിങ്ങൾ നോക്കിയേ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ ശുശ്രൂഷകന്മാർ നല്ലൊരു മാതൃകയാണ്. ഞങ്ങളുടെ സ്നേഹം നിങ്ങളോട്
അന്ന് തെസലോനിക്കയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ്. കാരണം എന്നാ? അന്ന് തെസലോനിക്ക ഞങ്ങൾ വന്നതിനേക്കാൾ ദൈവിക വെളിപ്പാടുകൾ ദൈവ സ്വർഗത്തിൽ നിന്ന് തന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി. ആ ദൈവ സ്വഭാവം ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായപ്പോൾ ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചപ്പോൾ ദൈവസഭയെ പറ്റിയുള്ള ദൈവിക വെളിപ്പാടുകൾ പൂർണ്ണമായിട്ടും മനസ്സിലായി വരുന്നത് കൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നു. ദൈവവചന പരിജ്ഞാനമാണ് സ്നേഹത്തിന്റെ വർധനവിന്റെ അടിസ്ഥാനം. വിശ്വാസത്തിന്റെ വർധനവിന്റെ അടിസ്ഥാനം ദൈവവചന പരിജ്ഞാനമാണ്. സ്നേഹത്തിന്റെ അടിസ്ഥാനവും ദൈവവചന പരിജ്ഞാനം തന്നെയാണ്. നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. അപ്പോസ്റ്റൽസ് ഇവിടെ നല്ലൊരു മാതൃകയായിട്ട് അവരുടെ മുന്നിൽ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, അടുത്ത പദം നിങ്ങൾ കണ്ടോ? സ്നേഹം വർദ്ധിക്കുന്ന പോലെ കർത്താവ് നിങ്ങൾക്കും തമ്മിലെല്ലാവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാകട്ടെ. ഇവിടെ ഈ അപ്പോസ്റ്റലന്മാർക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നില്ല. അപ്പോസ്റ്റലന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അയക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ തിമോത്തിയെയും സൈലാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അല്ലാതെ അതിശ്രേഷ്ഠ ദൈവിക വെളിപ്പാടുകളുടെ സ്റ്റിവാർഡായിട്ട് നിലനിന്ന ആ അതിശ്രേഷ്ഠ അപ്പോസ്റ്റലന്മാരുടെ ഗണത്തിൽ ഇന്നാരുമില്ല. ഇന്ന് അങ്ങനെ പറയുന്നവരൊക്കെ വ്യാജന്മാരാണ് എന്നൂടെ ഞാൻ ഈ സമയം പറയുകയാണ്. അത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആളുകൾ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ടൊരു ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയോട് ഉണ്ടാകട്ടെ. നോക്കൂ, ഇവിടെ 3 ഡയമെൻഷൻ ഉണ്ട്. ദൈവത്തോടുള്ള സ്നേഹ നിമിത്തമാണ് പോളും സഹോദരങ്ങളും അവിടെ ചെന്നത്. അവരാദ്യം സ്നേഹിച്ച് തെസലോനിക്ക സഭയിലെ ആളുകളെ അല്ല, അവിടെ സഭയില്ലായിരുന്നല്ലോ. അവരാദ്യം സ്നേഹിച്ചത് അവിടുത്തെ ജാതികളെ ആയിരുന്നു. സ്നേഹനിമിത്തം, സാക്രിഫിഷ്യൽ ലവ് നിമിത്തം അവരോട് ഗോസ്പൽ പറഞ്ഞു. കണ്ടോ രണ്ടാമത്തെ ഭാഗം? അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ അകത്ത് വന്നപ്പോൾ അവരോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നു. 3 ഏരിയാസ് ഓഫ് ലവ്. ഇതേ കാര്യം മാതൃകയാക്കാനായിട്ട് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. അത് സ്നേഹപ്രയത്നം എന്നതിനകത്ത് നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 2, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, ഒരു പ്രയാസത്തിന് ഇടവരുത്തരുത്. 3-ാമത്തെ കാര്യം ഇവാഞ്ചലിക്കൽ ലവ് ആണ്, സാക്രിഫിഷ്യൽ ലവ് ആണ്. ദൈവസ്നേഹം നിമിത്തം ലോകത്തെ സ്നേഹിക്കണം. ഏതർത്ഥത്തിൽ? ലോകത്തിന്റെ ഈവിൾ സിസ്റ്റത്തെ അല്ല, മനുഷ്യരെ സ്നേഹിക്കണം. ഞാൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് കർത്താവ് പറഞ്ഞു യോഹന്നാൻ 3:16 ആ സ്നേഹം പോലെ ആളുകളെ, പേഴ്സൺസിനെ സ്നേഹിക്കണം എന്ന് ഈ വാക്യത്തിനകത്തൂടെ ആ 3 നിലയിൽ പറയുകയാണ്. മനസ്സിലാവുന്നോ? ബിലീവേഴ്സിനെ സ്നേഹിക്കണം, കർത്താവിനെ സ്നേഹിക്കണം, ആ സുവിശേഷീകരണത്തിനായിട്ട് ആളുകളെ, പുറത്തുള്ള ആളുകളെ സ്നേഹിക്കണം. അതിന് ഞങ്ങൾ നല്ല മാതൃകയാണ് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. നോക്കൂ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് കാരണം ദൈവ സ്വഭാവം മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഒരാളെ നമ്മൾ സ്നേഹിക്കാൻ കാര്യം എന്നാ? ആ വ്യക്തിയെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ചില ആളുകളോട് നമ്മൾ അകലാൻ കാര്യം എന്നാ? ആ വ്യക്തിയെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമ്മൾ എന്നും ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച നമ്മുടെ നാഥനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ജീവൻ തന്നവൻ അതോടുകൂടെ നമുക്ക് മറ്റെന്തെങ്കിലും നൽകാതിരിക്കുമോ? ആ കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം തിരുവെഴുത്തിനകത്തുണ്ട്. ആ പരിജ്ഞാനത്തിലൂടെ എനിക്ക് ദൈവത്തെ സേവിക്കാം, ആ ദൈവത്തെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വർധനമുണ്ടാകാം, വർദ്ധിച്ചു വരാം, ദൈവത്തെ സ്നേഹിക്കാം, വിശ്വാസികളെ സ്നേഹിക്കാം, സുവിശേഷീകരണത്തിനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. 1-ാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. 2-ാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. 2 തെസ്സലോനിയൻസ് 1:3 നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചെന്ന് മാത്രമല്ല, ആളാം പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. 2 പ്രാർത്ഥനാ റിക്വസ്റ്റിനും ദൈവം ആൻസർ കൊടുത്തു. ഈ ഒരു ബോധ്യം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആകയാൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മേക്ക് അവർ റിക്വസ്റ്റ് നോൺ ടു ഗോഡ്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിക്കാം. കാരണം ആ ദൈവത്തെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന് വളർച്ചയുള്ളതാണ്. ക്ലിയർ ആയ 2 കാര്യം. എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയില ഒരു പാസ്റ്റർ ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഒരു അപ്പോസ്തലൻ ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് ദൈവത്തിന് നമ്മളോട് പറയാനായിട്ടുള്ളത്. അപ്പോസ്തലന്റെ പ്രാർത്ഥന കേട്ട ദൈവം തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മൾ ലോക്കൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും.
അത് നമ്മുടെ ഉറപ്പാണ്. എന്താ ഉറപ്പ്? അതും അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ല, അനുഭവമുണ്ട്. ആ അനുഭവം ബേസ് ചെയ്തിരിക്കുന്നത് തിരുവെഴുത്തിലാണ്. മൂന്നാമത്തെ കാര്യം, ഗ്രോ ഇൻ ഫെയ്ത്ത്, ഗ്രോ ഇൻ ലവ്. തേർഡ്, പ്രത്യാശയിലെ സ്ഥിരത. വാക്യം 13-ാമത്തെ വാക്യം വേഗത്തിൽ ഞാൻ നിർത്താം, ശ്രദ്ധിച്ചു കേട്ടെ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഓ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം അല്ലേ! സ്തോത്രം! എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം. ഇവിടെ ഇംഗ്ലീഷില് 13-ാം വാക്യം തുടങ്ങുന്ന സോ ദാറ്റ് ഹി മേ എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്സ് without blame in holiness before our God, the God and Father at the coming of our Lord Jesus with all his saints. അവിടെ ഞാൻ ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കാൻ കാര്യം സോ ദാറ്റ് ഒരു പർപ്പസ് ആണ് അല്ലെ, പർപ്പസ് ക്ലോസ് ആണ്. അതായത് സ്നേഹം വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം. ഇതിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്നാണെന്നറിയാമോ? മുൻപിലൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ അനിന്യരായി വെളിപ്പെടണമെങ്കിൽ വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണം, സ്നേഹത്തിൽ വർധന ഉണ്ടാകണം. എന്നാൽ മാത്രമേ ആ പ്രത്യാശ നമ്മുടെ വരാനുള്ള നാഥന്റെ വരവിങ്കൽ നമുക്കവിടെ നിൽക്കാനായിട്ട് കഴിയുള്ളൂ. ആ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് പ്രയർ എന്നുള്ളത്, ആ ക്ലൈമാക്സ് ഓഫ് പ്രയർ എന്നുള്ളത് അതാണ്. സോ ദാറ്റ് നമ്മൾ അവിടെ ഷെയ്ക്കാകാതെ, അൺമൂവബിൾ ആകാതെ, ഫേമായി, സ്ട്രോങ് ആയി, അൺഷെയ്ക്കബിളായി നമ്മൾ ആ ന്യായാസനത്തിന്റെ മുന്നിൽ സകല വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോൾ നിൽക്കേണ്ടതിന്, അവിടെ ആ ന്യായാസനത്തിന്റെ മുന്നിൽ എന്ന് അനിന്യരായി വെളിപ്പെടും വണ്ണം നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത, നമ്മുടെ കർത്താവിന്റെ ആ കാഹളം ധനിക്കുമ്പോൾ നമ്മൾ അനിന്യരായി നിൽക്കേണ്ടതിന്. മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ. ഞാൻ ആ കാഹളം ധനിക്കുന്നതിനെ പറ്റിയും നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയെ പറ്റിയും ഒക്കെ 4-ാം അധ്യായത്തിൽ വിശദമായി, പ്രത്യേകിച്ച് അതിന്റെ സെക്കൻഡ് പാർട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അനുവദിക്കുന്ന പക്ഷെ ഞാൻ വിശദമായിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഇവിടെ പരീക്ഷകൻ അടുത്തു വന്ന് നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ആ പ്രത്യാശയുടെ സ്ഥിരത കളയരുത്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ്, ഹൃദയത്തിന്റെ സ്ഥിരത. അതായത് നിങ്ങൾ അവിടുത്തെ ചില പദങ്ങൾ കണ്ടോ? ഹൃദയം സ്ഥിരപ്പെട്ട മാത്രമേ, അത് ഞാൻ ആ പദം പറഞ്ഞുതരാം, വിശുദ്ധീകരണത്തിന് അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയം സ്ഥിരപ്പെട്ടിരുന്നാൽ മാത്രമേ, വേവറിംഗ് ആയിട്ടിരുന്നാൽ പറ്റിയല്ല, വിശ്വാസത്തിന്റെ ഉറപ്പും സ്നേഹത്തിന്റെ വളർച്ചയിലുമാണ് ഹൃദയത്തിന് സ്ഥിരതയുണ്ടാകുന്നത്. ആ ദൈവാശ്രയത്തിലുള്ള നമ്മുടെ സ്ഥിരതയിലാണ്. അങ്ങനെ സ്ഥിരതയുള്ളവർക്ക് മാത്രമാണ് ഹോളിയായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നത്. മനസ്സിലാവുന്നോ? അവന്റെ വരവിങ്കൽ പിതാവായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ, അതായത് ന്യായാസനം തന്നെയാണ് അവിടുത്തെ പ്രധാന വിഷയം. പിതാവും നമ്മുടെ വരുന്ന പ്രത്യക്ഷം നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം, അങ്ങനെ വെളിപ്പെടണമെങ്കിൽ വിശുദ്ധരായി, ഹോളിയായി, ലജ്ജിക്കാതെ ആ കർത്താവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കണമെങ്കിൽ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, ഹൃദയങ്ങളെ ദൈവം സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും മൂന്നാമത്തെ പ്രാർത്ഥന റിക്വസ്റ്റ്, അപ്പോസ്തലൻ പ്രാർത്ഥിച്ച കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. അതാണ് അതിൻ്റെ തെസ്സലോനിക്കരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശുദ്ധരായി ജീവിക്കാനായിട്ട് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഹോപ്പാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് എങ്കിലും ആ ഹോപ്പിന് മുമ്പായിട്ട് പ്രാധാന്യത കൊടുത്തേക്കുന്നത് ഹോളിനെസ് ആണ്. നോക്കിയേ, അങ്ങനെയെങ്കിൽ നമുക്ക് ഫെയ്ത്ത്, ലവ്, ഹോപ്പ്, ആ ഹോപ്പിലേക്ക് നമ്മളെ നടത്തുന്ന ഹോളിനെസ്, ഈ കാര്യത്തിന് വേണ്ടിയാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. കൊരിന്ത്യരോട് ലേഖനം എഴുതിയപ്പോൾ പോൾ പറയുന്നുണ്ട്,
ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതാണ് പർപ്പസ്, അതാണ് പർപ്പസ്. സാത്താൻ നിങ്ങൾ വായത്ത ചതിച്ചോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, ഭാരപ്പെടുന്നു, വേദനിക്കുന്നു. ഈ വേദനയൊക്കെ കൊണ്ടാണ് പിന്നീട് പറയുന്നത് സകല സഭകളെ പറ്റിയുള്ള ചിന്താഭാരം. ഇവർ വളരുന്നുണ്ടോ? അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആ വാക്യങ്ങളുടെയൊക്കെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് എനിക്ക് ഇപ്പോൾ പറയാനായിട്ട് കഴിയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ആ പദം, ആ ബ്ലെയിംലെസ് ലിവിങ്, ഹോളി ലിവിങ് ഇവിടെ നടത്തണമെങ്കിൽ, ഇവിടെ നയിക്കണമെങ്കിൽ ഹൃദയത്തിന് സ്ഥിരത ഉണ്ടായിരിക്കണം. ഹൃദയത്തിന് സ്ഥിരത ഉണ്ടാകണമെങ്കിൽ ആ അൾട്ടിമേറ്റ് ട്രൂത്തിലുള്ള വിശ്വാസത്തിൽ വളർച്ച ദൈനംദിനം ഉണ്ടാകണം. ആ കർത്താവിനെ അറിയും തോറും സ്നേഹം ദൈവത്തോടും ജനത്തോടും വിശ്വാസികളോടും കൂടി വരണം. അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോഴാണ് ഹൃദയത്തിന് സ്ഥിരത ഉണ്ടാകുന്നത്. അങ്ങനെ സ്ഥിരപ്പെട്ടാൽ മാത്രമേ ഹോളി ബ്ലെയിംലെസ് ആയിട്ട് ഒരു ജീവിതം നയിച്ച് അവന്റെ പ്രത്യാശയിൽ, ആ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ അനിമ്യരായി നമുക്ക് വെളിപ്പെടാൻ കഴിയുകയുള്ളൂ. ക്ലിയർ ആയോ? ഏതൊരു ദൈവസഭയും ഈ നിലയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് ആത്മീയ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മേഖലകൾ. ബാക്കിയെല്ലാം 4, 5, 10, 100ാമത്തെ കാര്യം. നമ്മൾ പലതിനുമാണ് പ്രാധാന്യത കൊടുക്കുന്നത്. ഇവിടെ ഒരു മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെയും മറുപടി ലഭിച്ചില്ല പോളിന്റെ. അന്ന് വിശുദ്ധന്മാരായി മരിച്ചവർക്കെല്ലാം അന്ന് പ്രത്യാശ അവർ ആ ന്യായാസനത്തിന് മുൻപിൽ ഉണ്ടാവും. അന്ന് പോളിന് മറുപടി ലഭിച്ചതായിട്ട് തൻ്റെ ഭക്തന് മനസ്സിലാവും. ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ ഏത് പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. 2 പ്രാർത്ഥനയ്ക്ക് മറുപടി തന്റെ കണ്ണാൽ കണ്ടു. 3ാമത്തെ പ്രാർത്ഥനയുടെ മറുപടി അന്ന് നിങ്ങളാണ് എൻ്റെ കിരീടം, നിങ്ങളാണ് എൻ്റെ മഹത്വം എന്ന് പറയുന്ന ആ സുദിനം വരുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രത്യക്ഷമാകുമ്പോൾ 3ാമത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തും. ഏതൊരു ശുശ്രൂഷകന്റെയും ഹൃദയത്തിന്റെ ആഗ്രഹം, ഞാനൊരു സഭയെ ശുശ്രൂഷിക്കാൻ വരുമ്പോൾ അവിടെ വീടില്ലാത്തവർക്ക് വീട് വേണം, അവിടെ ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ട് മാറണം, വിവാഹ കാര്യങ്ങൾ നടക്കണം, നല്ല ഭാവി മക്കൾക്കുണ്ടാകണം, എല്ലാം പ്രാധാന്യതയുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി എല്ലാ ശുശ്രൂഷകന്മാരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ വെർച്യൂസ് എന്നുള്ളത് ലോക്കൽ സഭ ഫെയ്ത്തിൽ വളരണം, സ്നേഹത്തിൽ വളരണം, വിശുദ്ധീകരണത്തിൽ വളർന്ന പ്രത്യാശയിൽ ഉറച്ച് ഹൃദയത്തിൽ സ്ഥിരപ്പെടണം. അപ്പോസ്തലന്റെ 3 പ്രാർത്ഥനാ വാചകങ്ങളും കർത്താവ് കേട്ട് 2 ഇപ്പോൾ തന്നെ മറുപടി, 3ാമത്തതിന്റെ മറുപടിക്കായിട്ട് അന്ന് അവിടെ മറുപടി ഉണ്ടാകുമെന്നത് 2ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ. ആ ആശയത്തിൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ പോളിന്റെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്നും ജീവിക്കുന്നു. പോളിനെ സഭയിലാക്കിയ ദൈവമാണ് നമ്മിൽ എല്ലാ ശുശ്രൂഷകന്മാരെയും സഭയിലാക്കിയിരിക്കുന്നത്. നമുക്കും ലോക്കൽ സഭയ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാം. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാതെ ഇരിക്കുകയില്ല എന്നത് വേദപുസ്തകത്തിന്റെ അബ്സല്യൂട്ട് ട്രൂത്താണ്. അതിൽ നമുക്ക് ആശ്രയിക്കാം. ശുശ്രൂഷകൻ മാത്രമല്ല, എല്ലാ ദൈവമക്കളും ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 കാര്യത്തിനായിരിക്കണം ഏറ്റവും പ്രാധാന്യത കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ലോക്കൽ സഭ നമ്മുടെ ലോക്കൽ സഭ തീരട്ടെ, എല്ലാ ദൈവസഭകളും അങ്ങനെയായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു.